ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ്. അതായത് ഉള്ളിക്കറി. ഈ ഉള്ളിക്കറി പലർക്കും പല നൊസ്റ്റാൾജിയാണ്. കാരണം എന്താ വെച്ചാൽ സ്കൂളിൽ പോകുന്ന സമയത്ത് കൂടുതലും നമ്മൾ കൊണ്ടുപോകുന്നത് ഈ ഒരു ഉള്ളിക്കറി ആയിരിക്കും. പണ്ട് ഇതിൻ്റെ റെസിപ്പി എന്നാണ് അമ്മമാരിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇത് ഏറ്റവും എളുപ്പമുള്ള പണിയാണ്. കാരണം ആകെ വേണ്ടത് 2 ഉള്ളിയാണ്. ഉള്ളി വെച്ചിട്ട് നമുക്ക് തന്നെ വേഗം ഉണ്ടാക്കിയെടുക്കാം. അത് മാത്രമല്ല ചോറിനും മാത്രമല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു കോമ്പിനേഷനാണ്. ദോശയും ഈ ഒരു ഉള്ളിക്കറിയും അടിപൊളി കോമ്പിനേഷനാണ്. അതേപോലെ തന്നെ പൊതിച്ചോറിലൊക്കെ ഈ ഒരു ഉള്ളിക്കറി വെച്ചിട്ട് പാക്ക് ചെയ്തെടുത്താൽ അതും അടുത്തൊരു ഇതാണ്. അപ്പോൾ പിന്നെ എല്ലാ അമ്മമാരും ഇതന്നെയല്ലേ ട്രൈ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കിയിട്ടല്ലേ അറിയുന്നത് എന്ത് എളുപ്പമാണെന്നറിയോ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. പിന്നെ അടുത്തൊരു ടിപ്പാണ്, ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ ഈ ഉള്ളി പെട്ടെന്ന് എന്താ പറയുക വെന്ത് കിട്ടും. അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് തവണ ഇളക്കി കൊടുത്തതേ ഉള്ളൂ. പിന്നെ കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതെല്ലാം കൂടെ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടുന്ന പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ ഈ ഉള്ളിയിലേക്ക് പിടിച്ചിട്ട് നല്ലോണം സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ആദ്യം ഇട്ട് കൊടുത്തേക്കുന്നത് എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. ജസ്റ്റ് ഒന്ന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് നല്ല എരിവ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വീണ്ടും ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. കുറച്ച് ഇളക്കിയ സമയത്ത് തന്നെ ഇതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടി പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മേടിച്ചിരുന്നത് സോയ ഓയിലാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കോക്കനട്ട് ഓയിലല്ലേ യൂസ് ചെയ്യുന്നത്. അത് തന്നെ വലിയ അപകടമാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് മാറ്റി യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം അതിൽ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിൽ. ഈ സോയ ഓയിലെന്ന് എന്താ പറയുക, ഇതിൽ ഫാറ്റ് കണ്ടൻറ്റ് വളരെ കുറവാണ്. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് ചെയ്തത്. വെളിച്ചെണ്ണ കിടന്ന് ഈ നല്ലോണം ഒന്നും കൂടെ ഈ മസാലയൊക്കെ നല്ലോണം ഒന്ന് പിടിച്ച് ഇതാവണം. എന്നാലും കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പം തന്നെ നല്ല സ്മെല്ലടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ എരിവ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ എരിവും കിട്ടും, നല്ലൊരു ടേസ്റ്റുമാണ്. എല്ലാം കൂടെ വന്ന സമയത്ത് നല്ലൊരു മസാലേൻ്റെ മണം ഉണ്ടായിരുന്നു. ഇതെല്ലാം എന്താ പറയുക, പണ്ടത്തെ കാലത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത്. കാരണം സ്കൂളിൽ പോകുമ്പോൾ അമ്മ മെയിനായിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു സാധനം തന്നെയായിരുന്നു ഇത്. അപ്പോൾ പലർക്കും ഇതൊരു നൊസ്റ്റാൾജിയ ആയിരിക്കും. പലരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കുട്ടി ഉള്ളിക്കറി ആയിട്ട് മെയിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടാകാം. ആദ്യമൊക്കെ കഴിക്കുമ്പോൾ ഓക്കെ, പിന്നെ നമുക്ക് കുറേ സമയം ഇങ്ങനെ കുറേ ദിവസങ്ങൾ തന്നെയാവുന്ന സമയം നമുക്കിത് മടുക്കും. പക്ഷെ പെട്ടെന്ന് എളുപ്പപ്പണി ആയതുകൊണ്ടാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നത്. കാരണം ആകെ വേണ്ടുന്ന ഉള്ളി മാത്രം. പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്നൊരു എന്താ പറയുക ഒരു റെസിപ്പിയാണ് ഈ ഒരു ഉള്ളിക്കറി. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇപ്പോൾ ഈ ഉള്ളിക്കറി ഉണ്ടാക്കുന്നുണ്ടോ? പിന്നെ ആർക്കെങ്കിലും ഈ ഒരു ഉള്ളിക്കറിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നൊസ്റ്റാൾജിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.